സിഗ്മ അവരുടെ ക്യാമറ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിഗ്മ ബി എഫ്. ഒരു രക്ഷയില്ലാത്ത ഒരു ഫിനിഷിംഗ് തന്നെയാണ്. ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ക്യാമറ പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയിരിക്കും അതേപോലത്തെ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളാണ് ഇതിന് ഡിസൈൻ വന്നിട്ടുള്ളത്. ഫുള്ളി ജപ്പാൻ പ്രൊഡക്റ്റാ. അതേ കണക്കാണ് അതിന്റെ ഫിനിഷിങ്ങും. അവർ പറയുന്നത് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ഫുള്ളി അലുമിനിയം കർവ് ചെയ്തെടുത്ത ബോഡിയാണ് ഇടുന്നത്. ഈ ഒരു പ്രോസസ്സ് ഒരു ബോഡിയിൽ ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ 7 മണിക്കൂർ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. സിഗ്മ ക്യാമറയുടെ പ്രൊഡക്ഷൻ ഹൈ ആക്കുമ്പോഴത്തേക്കും അവർക്ക് വലിയൊരു ബാക്കപ്പ് ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ലെൻസ് പ്രൊഡക്ഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. പല പല വലിയ ബ്രാൻഡ് കമ്പനികൾക്കും ഇല്ലാത്തൊരു കാര്യമാണിത്. ഈ ലെൻസിന്റെ ഈ പ്രൊഡക്ഷൻ മിക്ക ബ്രാൻഡ് കമ്പനിയും തേർഡ് പാർട്ടി ലെൻസിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. ഇവരുടെ ആകുമ്പോഴത്തേക്കും ബഡ്ജറ്റബിൾ ആയിട്ട് ഹൈ ക്വാളിറ്റി ലെൻസ് കളക്ഷൻസ് ഇഷ്ടം പോലെ ഉള്ളതും ഇഷ്ടം പോലെ ലെൻസ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബ്രാൻഡാണ് സിഗ്മ. അതുകൊണ്ട് തന്നെ ഇവർ ഈ ക്യാമറ ഫീൽഡിൽ ഭയങ്കര രീതിയിൽ കെയർ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്ട് എന്തായാലും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ ക്യാമറയുടെ ഏറ്റവും വലിയ സ്പെക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇതിന്റെ ഫുള്ളി ഡിസൈൻ ആണ്. ഈ ഡിസൈൻ പലർക്കും ദഹിക്കാതെ വരും, ദഹിച്ചവരും വരും. പക്ഷെ ഇത് സിഗ്മ പറയുന്നത് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ എന്നാണ് അവർ പറയുന്നത്. കാരണം പ്രൊഫഷണൽ ക്യാമറസിൽ വരുമ്പോഴത്തേക്കും പല പല ഡിസ്ട്രക്ഷൻസ് വരുന്ന സാധനങ്ങളുണ്ട്. സ്ട്രാപ്സും ബട്ടൺസും ഒരുപാട് മെനൂസും ഒക്കെ വരുമ്പോഴത്തേക്കും പലതർക്കും ദഹിക്കാതെ വരും. ഇപ്പോൾ എടുത്ത് പറയതൊക്കെ ഇപ്പോൾ സോണിയിൽ വരുമ്പോഴത്തേക്കും സോണിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഓപ്ഷൻസ് നമ്മൾ എത്ര ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സും അത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ക്യാമറയുടെ ഒരു 20% ഒക്കെ മാത്രമേ മിക്ക പേരും അത് യൂസ് ചെയ്യത്തുള്ളൂ. ബാക്കി 80% വെറുതെയാണ്. അങ്ങനെ വരുമ്പോൾ ഇനി സിഗ്മയ്ക്ക് ഈ ഒരു ആശയം എന്തിനാണ് ഇത്രയേറെ സ്പെക്ക്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പോരെ, അങ്ങനെ വെച്ച് വന്ന ഒരു ബോഡിയാണിത്. ഈ ബോഡി ഭയങ്കര ഫിനിഷിംഗ് അക്യുറേറ്റും ഏറ്റവും കൂടുതൽ കംഫർട്ടബിളും യൂസേഴ്സിന് ഉണ്ടാക്കുന്ന സിഗ്മ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഈ ബോഡിയിൽ ആകെ വരുന്നത് 3 ടച്ച് സെൻസിറ്റീവ് ബട്ടൺസും പിന്നെ ഒരു മൾട്ടി ഫങ്ഷണൽ ഡയൽ വീലും കൂടിയാണ്. ഈ ഡയൽ വീലിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായ പേഴ്സൺ ഷട്ടറും കെൽവിനും എല്ലാം നമുക്ക് ആ ഡയലിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ബട്ടൺസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാ ബോഡി അത്രയും സ്മൂത്ത് ആയിരിക്കും, ഫിനിഷ് ആയിരിക്കും അവർ പറയുന്നത്. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും വന്നൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ബോഡിയുടെ വെയിറ്റ് ആണ്. വെറും 388 ഗ്രാം മാത്രമേ ഈ ബോഡിയുടെ വെയിറ്റ് ഉള്ളൂ. അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. 2.1 മില്യൺ ഡോട്ട് റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. ഇത് പറയുന്നത് വെച്ചാൽ മാക്സിമം കസ്റ്റം ചെയ്തിട്ടുള്ള മിനിമം നെസസറി ഏറ്റവും കുറച്ച് ആവശ്യമായിട്ടുള്ള ഇൻഫോകൾ മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്നാണ് അവർ പറയുന്നത്. 35mm ഒരു ഫുൾ ഫ്രെയിം സെൻസറാണ് ഇതിൽ വരുന്നത്, വിച്ച് ഹെൽപ് ടു ക്യാപ്ചർ 6K 30 ഫ്രെയിം 4K 120 ഫ്രെയിം. അടിപൊളി. ഇൻബിൽഡ് സ്റ്റോറേജ് ആണ് വരുന്നത്. 230 GB ഒരു ഇൻബിൽഡ് സ്റ്റോറേജ് ആണ് ഈ ക്യാമറയിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 14,000 JPEG ഫയൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 4300 റോ ഫയൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ 2.5 മണിക്കൂർ വീഡിയോ റെക്കോർഡിംഗ് പറ്റും. 24 മെഗാപിക്സലാണ് ക്യാമറയ്ക്ക് വരുന്നത്. അവർ പറയുന്നതിന് എവരിഡേ യൂസ് ക്യാമറ എന്നാണ്. നമുക്ക് ഒരു ക്യാമറ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വയ്യ എന്നൊരു തോന്നൽ വരാതെ നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് അവർ ഇത് ഇറക്കിയിട്ടുള്ളത്. ഫേസ് ഡിറ്റക്ഷനും കോൺട്രാസ്റ്റ് ഡിറ്റക്ഷനും ഒക്കെ വരുന്ന ടെക്ക ഇതിലുള്ളത്. അവർ പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ട്രൂ യൂണിക് ഡിസൈൻ ബോഡിയാണത്. പിന്നെ സിഗ്മ BF എടുക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കേസ്, സ്റ്റെബിലൈസേഷൻ ഇല്ല, മെക്കാനിക്കൽ ഷട്ടർ ഇല്ല, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഇല്ല, വ്യൂ ഫൈൻഡർ ഇല്ല, ഫിക്സഡ് LED സ്ക്രീനാണ്. അതായത് ക്ലിക്ക് ഔട്ടോ ഫ്ലിപ്പ് ഔട്ടോ ഒന്നും ഇല്ല. എക്സ്റ്റേണൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് കോപ്പി ചെയ്യുന്ന രീതി USB-C കേബിൾ കണക്ട് ചെയ്ത് സിസ്റ്റത്തിലൂടെ കോപ്പി ചെയ്യുന്നതാണ്. എനിക്കിതിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ക്യാമറ സിഗ്മയുടെ ആദ്യത്തെ ക്യാമറ എന്നല്ല, സിഗ്മ ഓൾറെഡി തന്നെ സിഗ്മ SD സീരീസ് ഇറക്കിയിട്ടുണ്ട്, സിഗ്മയുടെ DP സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ മിറർലെസ്സിൽ സിഗ്മ FP സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും വലിയ രീതിയിലൊന്നും ക്ലിക്ക് ആയിട്ടില്ല. പക്ഷെ ഇനി വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. $2,000 ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ്. ഈ വർഷം ഒരു ഏപ്രിലോടുകൂടി ഈ പ്രൊഡക്റ്റ് ഷിപ്പായി തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ മോഡൽ അനൗൺസ് ചെയ്ത ഈ നിമിഷം തന്നെ എനിക്ക് പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഓൾറെഡി മിറർലെസ് ക്യാമറകൾ ഇത്രയും പല പല സ്പെക്കുകൾ ഇറക്കുമ്പോഴത്തേക്കും ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു യൂണിക് ഡിസൈൻ ഇത്രമാത്രം കുഞ്ഞ് സ്പെക്കുമായിട്ടും ഇങ്ങനെ ഒരു ബോഡി ഇറക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയായിരുന്നു. പക്ഷേ അതൊരു രസമുണ്ടെന്ന് എനിക്ക് തോന്നി. നിക്കോണിന്റെ ZF ഒക്കെ ഇറങ്ങിയപ്പോഴും ഇതേ കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു പഴയ വിന്റേജ് ലുക്കും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു യൂണിക് ഡിസൈൻ. ഈ ക്യാമറയെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്താൽ. ഇതേ കണക്കുള്ള ഫോട്ടോഗ്രാഫി ബേസ്ഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.